വാര്യരുണ്ട് ടെലിഫോൺ. സന്ദീപ് വാര്യർ, ഒരു സർപ്രൈസ് പ്രൈം മിനിസ്റ്റർ, അതും ഇന്ത്യ മുന്നണിയിൽ നിന്ന്. കാരണം അനിൽ ബോസ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നിരവധി സാധാരണക്കാരുമായി സംസാരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായൊരു വികാരം വല്ലാത്തതിൽ വളർന്നിരിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും ഒടുവിൽ മല്ലികാർജുൻ ഖാർഗെ പോലും പറഞ്ഞു വെക്കുന്നത്, 4-ാം തീയതി കഴിയുമ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും തൊഴിൽ രഹിതരാകുമെന്നത്. അത്രത്തോളം ആത്മവിശ്വാസമുണ്ടെന്നാണ് പറയുന്നത്. അല്ല, സ്വപ്നത്തിന് ഈ നാട്ടിൽ GST ഇല്ലല്ലോ. അതുകൊണ്ട് അനിൽ ബോസിനും മല്ലികാർജുൻ ഖാർഗെക്കും ഒക്കെ ഏത് സ്വപ്നം വേണമെങ്കിലും കാണാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വപ്നം അവർക്ക് 4-ാം തീയതി വരെ കാണാം. പക്ഷെ 4-ാം തീയതി ഈ രാജ്യത്ത് ജനങ്ങൾ അവരെ ആ സ്വപ്നത്തിന് വിളിച്ചുണർത്തും. വിളിച്ചുണർത്തി കഴിയുന്ന സമയത്ത് ഇതുവരെ കണ്ടത് മുഴുവൻ സ്വപ്നമായിരുന്നുവെന്നും നരേന്ദ്രമോദി സർക്കാർ 3ാമതും അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് ബോധ്യപ്പെടും. ഒരു തർക്കവും അക്കാര്യത്തിൽ വേണ്ട. ഈ രാജ്യത്ത് സാമാന്യ യുക്തിയുള്ള എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പോ കോൺഗ്രസിന് അനുകൂലമായി, ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി പറയുന്ന ഈ നിരീക്ഷകരടക്കമുള്ള അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ പണ്ഡിറ്റുകൾ അടക്കമുള്ളവർ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി കൊടുക്കുന്ന ഡേറ്റകളിൽ പോലും BJPക്കും NDAക്കും ഒക്കെ 260ഉം 270ഉം BJPക്ക് മാത്രമായി പറയുന്നു. ഇവിടെ ഭരിക്കാൻ 272 മതി എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞങ്ങൾ 400 സീറ്റിന് വേണ്ടി മത്സരിക്കുന്നവരാണ്. 400 സീറ്റ് ലക്ഷ്യം വെച്ച് മത്സരിക്കുന്നു. പക്ഷെ 272ആണ് രാജ്യത്തെ ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഞങ്ങൾ 400 എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് കരുതിയിരിക്കുന്ന രാജ്യത്ത് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 400 സീറ്റാണ്. 399 ആയി കഴിഞ്ഞാൽ ഞങ്ങൾ BJPയെ പരാജയപ്പെടുത്തി, ഫയൽവാൻ ജയിച്ചേ എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കാമെന്നാണ് അവർ കരുതുന്നത്. ഈ യാഥാർത്ഥ്യബോധമുള്ള ആരും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നേയില്ല. രാജ്യത്ത് കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം കുറയാൻ പോവുകയാണ്. നോക്കൂ, കേരളത്തിൽ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് കോൺഗ്രസിന് കിട്ടാൻ പോകുന്നില്ല. പഞ്ചാബിൽ ഇപ്പൊ 8 സീറ്റുള്ളതാണ്. അതിൽ 6 സീറ്റും അവർക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. കോൺഗ്രസിന് ഒരു സ്ഥലത്തും അഡീഷണൽ ആയിട്ട് ഒരു സീറ്റ് പോലും കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. ഉത്തർപ്രദേശിൽ റായ്ബറേലിയിലടക്കം കോൺഗ്രസ് പരാജയപ്പെടാൻ പോവുകയാണ്. 40 സീറ്റിൽ താഴെയാവും കോൺഗ്രസിന്റെ എണ്ണമെന്ന് മമതാ ബാനർജി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസ് അതീവ ദുർബലമായിട്ടുള്ള ഒരു പാർട്ടിയായി മാറും. 4-ാം തീയതി കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഔട്ടാവാൻ പോകുന്നത് നെഹ്റു കുടുംബമാണ്. നെഹ്റു കുടുംബം പൂർണ്ണമായും രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി ഇറ്റലിയിലേക്കോ ബാങ്കോക്കിലേക്കോ താമസം മാറേണ്ട അവസ്ഥയിലേക്ക്, ആ ഗതികേട്ടിലേക്ക് ആ കുടുംബം വരാൻ പോവുകയാണ്. ഒരു തർക്കവും വേണ്ട. ഈ നാട് ഇത്രയും കാലം ഭരിച്ചു മുടിച്ച് കുട്ടിച്ചോറാക്കിയിട്ട നെഹ്റു കുടുംബത്തോട് അങ്ങേയറ്റത്തെ വെറുപ്പും അങ്ങേയറ്റത്തെ വിപ്രവൃത്തിയുമാണ് ഈ രാജ്യത്തെ വോട്ടർമാർക്കുള്ളതെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ നെഹ്റു ഭക്തന്മാർക്ക്, രാഹുൽ ഭക്തന്മാർക്കൊക്കെ മനസ്സിലാകും. ഈ പറയുന്ന ജോഡോ യാത്ര പോയ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് ഉപ്പ് വെച്ച കലം പോലെയാകും. കോൺഗ്രസിന് രാഹുൽ ഗാന്ധി അധികാരം ഭ്രമിപ്പിക്കുന്നില്ല എന്നൊക്കെ അവിടെ പറയുന്നത് കേട്ടോ. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചെന്താ, ഞാൻ ജനിച്ചു വീണതേ സിസ്റ്റത്തിനകത്തേക്കെന്നാണ്. അപ്പം മന്ത്രി ആയിട്ടില്ലെങ്കിൽ പോലും അതിലുപരിയായിട്ടുള്ള അധികാരങ്ങൾ മുഴുവൻ കൈവശം വയ്ക്കാൻ അധികാരം ഉണ്ടായിരുന്ന, അത്തരത്തിൽ കൈവശം വെച്ച് ആസ്വദിച്ചിട്ടുള്ള ഒരാൾ, അയാൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടിയാണ്. ഒരു പൊതുപ്രവർത്തനാവുന്ന സമയത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറാകണം. അതിനൊന്നും തയ്യാറാകാതെ ഓരോ ഘട്ടങ്ങളിലും വിദേശ രാജ്യങ്ങളിലേക്ക് മുങ്ങുകയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഘട്ടങ്ങളിലൊക്കെ പാർലമെന്റിൽ പോലും ഹാജരാവാതിരിക്കുകയും വിദേശ രാഷ്ട്രങ്ങളിൽ ടൂർ പോവുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്ത ശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ തീർത്തും നിരുത്തരവാദപരമായി പെരുമാറുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം രാജ്യത്തെ ജനങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? അദ്ദേഹം ഉത്തരേന്ത്യയിൽ പോയി ജനങ്ങളെ കണ്ടുവന്നത് നമ്മളും ഡൽഹിയിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പദം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. രാഹുൽ ഗാന്ധി അങ്ങനെ പല തവണ അവസരമുണ്ടായിട്ടും ഒരു ക്യാബിനറ്റ് മന്ത്രി പോലും ആയില്ല എന്നതൊക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അനിൽ ബോസ് സന്ദീപ് വാര്യർ പറഞ്ഞത് കേട്ട് കാണും. കാരണം ഒരു തരത്തിലും ഈ ആത്മവിശ്വാസത്തിന്റെയൊക്കെ ആയുസ് 4-ാം തീയതി വരെയുള്ളൂ. 4-ാം തീയതിക്ക് ശേഷം കാര്യങ്ങൾ കാണാമെന്നാണ്. പക്ഷേ ഈ ചർച്ചകൾ നടക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ദേശീയ തലത്തിൽ ഇങ്ങനെയൊരു ചർച്ചയേ ഇല്ല. നരേന്ദ്രമോദി 3-ാം തവണ ഉറപ്പായും വരും. അതിനുള്ള കണക്കുകൾ അടക്കം അവതരിപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവർ. ഈ രാജ്യ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ഈ 10-75 വർഷക്കാലത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ വിറ്റ രാഷ്ട്രീയ നേതാവ് ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയാണ്. സ്വപ്നങ്ങളുടെ വ്യാപാരി. അതിന് സംശയമൊന്നുമില്ല. സ്വപ്നം വിൽപ്പന മാത്രമേ ഉള്ളൂ. അതൊന്നും ഒരിക്കലും അദ്ദേഹം യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. അദ്ദേഹം പ്രതിവർഷം 2 കോടി തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. 10 വർഷം കൊണ്ട് എത്ര പേർക്ക് കൊടുക്കണം? ഇപ്പോൾ സർക്കാർ സർവീസിൽ 30 ലക്ഷം റിട്ടയർമെന്റ് വേക്കൻസികൾ ഒഴിഞ്ഞു കിടന്നിട്ട് പോലും അതിൽ പോലും നിയമനം നടത്തിയിട്ടില്ലാത്ത മകാൻ. അതാണ് സ്വപ്നങ്ങൾ വിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയില്ല എന്ന് ഞങ്ങൾ പറയുന്ന കാര്യകാരണ സാധനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്.
ഇവര് തെരഞ്ഞെടുപ്പ് ഗോദായിൽ എപ്പോഴും പറയുന്നത് വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവന്നു. രാജ്യത്ത് 17,000 റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. 1,00,000 കിലോമീറ്റർ റെയിൽവേ ലൈൻ ഉണ്ടാക്കിയ കോൺഗ്രസ് ആണ്. ഈ വന്ദേ ഭാരത് നിർമ്മിച്ച കോച്ച് ഫാക്ടറികൾ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. അപ്പൊ അങ്ങനെ രാജ്യത്തിന് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വികസന സ്വപ്നങ്ങൾ മാത്രമല്ല, അതെല്ലാം യാഥാർത്ഥ്യമാക്കി 10-60 വർഷക്കാരെ കൊണ്ട് ഈ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കിയ, പട്ടിണിയിൽ നിന്ന് മോചിപ്പിച്ച് ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രാജ്യമാക്കിയ ബേസ് ഉണ്ടാക്കിയതാണ്. അല്ലാതെ 10 വർഷം കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിയതല്ല. ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തതൊന്നുമല്ല. പറയാൻ മനസ്സിലായി. വളരെ കഠിനാധ്വാനം ചെയ്ത് ദീർഘവീക്ഷണത്തോടുകൂടി ഭരണാധികാരികൾ കണ്ടെത്തിയതാ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുക. എന്താ അദ്ദേഹം പറഞ്ഞ കാര്യം? താങ്കൾ തന്നെയാണോ അദ്ദേഹമാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം അധികാരത്തിന്റെ അകത്തളങ്ങളിലാണ് ജനിച്ചു. അതുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ, ഇന്ദിരാഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ ഇതിന്റെ എല്ലാ സൗഭാഗ്യങ്ങൾ കുഞ്ഞുനാൾ മുതൽ അനുഭവിച്ചറിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇതൊന്നും അല്ലെന്നേ പ്രശ്നം. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു തല രാഷ്ട്രീയമാണ്. നിങ്ങൾക്കത് ബോധ്യപ്പെടും. നിങ്ങൾക്കത് താമസമെന്നാ ബോധ്യപ്പെടും. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഞാനൊരു കോൺഗ്രസ്സുകാരൻ എന്നുള്ളതിൽ ഒരു കോൺഗ്രസ് നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ സഖ്യകക്ഷികളായ പാർട്ടികൾക്കും അതൊക്കെ ആഗ്രഹിക്കാം. ഞാൻ ആധികാരികമായി ഉത്തമ ബോധ്യത്തോടെ പറയുന്നു. അതിനപ്പുറം ഇന്ത്യ സഖ്യത്തിന്റെ 28 പാർട്ടികൾക്കപ്പുറം ഒരുപക്ഷെ ഈ പാർലമെന്റിലോ അസംബ്ലിയിലോ ഇല്ലാത്ത ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും. അതൊക്കെ ഞങ്ങളുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഞങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനം പ്രായോഗികമാക്കും. 4 കഴിഞ്ഞാൽ 3 ദിവസം കഴിയുമ്പോൾ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും. ആ പ്രഖ്യാപിക്കുന്ന പേരാരാണെന്ന് വരെ പരിഗണനയിലുണ്ട്. സന്ദീപ് വാര്യർ അൽബോസ് പ്രധാനമന്ത്രി ആരാണ് എന്ന് പോലും പറഞ്ഞ് അത്തരത്തിലുള്ള ഒരു സെക്കൻഡ് രഞ്ജിത്തെ, ഞാൻ പറയുന്നതിനർത്ഥം കോൺഗ്രസ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ തൃണമൂലിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആം ആദ്മിയുടെ പ്രധാനമന്ത്രി എന്നുള്ളതല്ല. രാജ്യത്തിന് ഗുണകരമായ ഒരു പ്രധാനമന്ത്രിയെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ കൊണ്ടായി വെക്കേണ്ടി വന്നാൽ പോലും BJPയെയും ഈ ഭരണകൂടത്തെയും പുറത്താക്കാൻ ഞങ്ങൾ അത്തരം തീരുമാനങ്ങൾ എടുക്കും. അതിനെല്ലാവരും ഒറ്റക്കെട്ടാണ്. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കും. ഇന്ത്യ സഖ്യം യോജിക്കില്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി ആം ആദ്മി വോട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ദോഷം ചെയ്ത പാർട്ടിയല്ലേ? ആം ആദ്മി തിരിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് കണ്ടില്ലേ? CPM വോട്ട് ചെയ്യുന്നത് കണ്ടില്ലേ? എന്തിന് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിച്ച് ആനി രാജ പോയി കോൺഗ്രസ് വോട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? അപ്പം രാജ്യ രാഷ്ട്രീയം എന്താണ്, രാജ്യത്തെ ജനങ്ങളുടെ വികാരം എന്താണെന്ന് ഇന്ത്യയിലെ എല്ലാ കക്ഷികൾക്കും, വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളുള്ള പാർട്ടികൾക്ക് പോലും തോന്നിയിരിക്കുന്നു. പിന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരിൽ ഇത്രയും പരിശുദ്ധിയുള്ള, രാഷ്ട്രീയ സംശുദ്ധിയുള്ള, സുതാര്യതയുള്ള, സാധാരണത്വമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ രാജ്യം സന്ദീപ് വാര്യര് ഈ സർപ്രൈസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വരുമെന്ന കാര്യത്തിൽ അൽബോസിന് സംശയമില്ല. മറുവശത്ത് DMK ആകട്ടെ മന്ത്രിമാർ ആരൊക്കെ ആയിരിക്കണം എന്ന കാര്യത്തിൽ ചർച്ച തുടങ്ങുന്നു. മുസ്ലിം ലീഗിന്റെ ഉജാലിക്കുട്ടി ഉപപ്രധാനമന്ത്രി ആകുമെന്നുള്ള ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നു. അങ്ങനെ കുറച്ചുകൂടി തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് കുറച്ചുകൂടി കടത്തിയാണ് ഈ ചിന്തകൾ ഇന്ത്യ മുന്നണിയുടെ. ഒരുപക്ഷെ NDA പോലും ചിന്തിക്കാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ അവർ എത്തിക്കുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ അതീവ രസകരമാണ്. ഇവിടെ അനിൽ ബോസ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് ഈ മോദി സ്വപ്നങ്ങൾ വിൽക്കുന്നയാളാണെന്ന്. ശരിയാണ് സാർ, മോദി വിറ്റ സ്വപ്നങ്ങളൊക്കെ ഇവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ഇപ്പോ റെയിൽവേയുടെ കാര്യം പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ റെയിൽവേ നെറ്റ്വർക്കിന്റെ ആധുനികവൽക്കരണം എപ്പോഴാണ് നടന്നിട്ടുള്ളത്? 554 റെയിൽവേ സ്റ്റേഷനാണ് ഈ രാജ്യത്ത് റീഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് മുഴുവൻ എങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് എങ്ങനെയുണ്ടായിരുന്നോ അതേപോലെയായിരുന്നു ഈ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലനിന്നിരുന്നത്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ റെയിൽവേ ട്രാക്കുകൾ നവീകരിക്കുന്നു, രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നു, എയർപോർട്ടുകൾക്ക് തുല്യമാക്കുന്നു. ഏകദേശം കോൺഗ്രസിന്റെ ഭരണകാലത്ത് സ്വാതന്ത്ര്യം കിട്ടി 2014 വരെയുള്ള കാലത്ത് 21,413 കിലോമീറ്ററുകൾ മാത്രമാണ് ഇലക്ട്രിഫൈ ചെയ്തിരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ മാത്രം നരേന്ദ്രമോദി സർക്കാർ അതിന്റെ ഇരട്ടിയിലധികം 40,000-ഓളം കിലോമീറ്റർ ട്രാക്ക് ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞു. ഇവിടെ 70,000 കിലോമീറ്റർ നെറ്റ്വർക്ക് ഉണ്ട്. ഇവിടുത്തെ കംപ്ലീറ്റ് മാൻ ലെവൽ ക്രോസിംഗ് നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം ഇല്ലാതാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ സിഗ്നലിംഗ് സംവിധാനം നന്നാക്കി. ഈ വന്ദേ ഭാരത് ട്രെയിനുകൾ 50-ലധികം ട്രെയിനുകൾ ഓടാൻ തുടങ്ങി. 3 ട്രെയിനുകൾ കേരളത്തിന് മാത്രം അനുവദിക്കപ്പെട്ടു. അപ്പൊ ഇങ്ങനെ വളരെ വലിയ ആധുനികവൽക്കരണം അടുത്ത 5 വർഷക്കാലത്തിലും രാജ്യത്തെ ഓടുന്ന റെയിൽവേ ബോഗികളിൽ പകുതി എണ്ണവും വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് ഉയർത്താൻ പോവുകയാണ്. അപ്പൊ അത്തരത്തിലൊരു ആധുനികവൽക്കരണം റെയിൽവേ കൊണ്ടുവരികയും റെയിൽവേയുടെ മുഖച്ഛായ മാറ്റി ചെയ്തിട്ടുണ്ട്. അത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. 2014 ശേഷം മൂക്ക് പൊത്താതെ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി, ട്രെയിനുകളിൽ പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സാധാരണക്കാർക്ക് വരെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. പിന്നെ 18,000 ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. 2014 ശേഷം ഈ രാജ്യത്ത് വൈദ്യുതി കിട്ടാനുണ്ടായിരുന്ന 18,000-ലധികം ഗ്രാമങ്ങളിലേക്ക് വൈദ്യുതി എത്തിച്ചു കൊടുത്ത് നരേന്ദ്രമോദി സർക്കാരാണ്.
നിങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് സ്വാതന്ത്ര്യം കിട്ടി 7 പതിറ്റാണ്ടിന് ശേഷവും 18,000-ലധികം ഗ്രാമങ്ങളിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഞങ്ങളാണ് എത്തിച്ചു കൊടുത്തത്. ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് 2014 മുമ്പ് ഈ രാജ്യത്ത് പവർ ഡെഫിസിറ്റ് ആയിരുന്നു. ആവശ്യത്തിന് വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ഇന്ന് പവർ സർപ്ലസ് ആണ്. വൈദ്യുതി കയറ്റുമതി ചെയ്യാവുന്ന സാഹചര്യമുള്ള രാജ്യമായി ഇന്ത്യ മാറി. ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇന്ത്യമാരത്തെ 30% കുടുംബങ്ങൾക്കാണ് സർ ബാങ്ക് അക്കൗണ്ട് ഉള്ളത്. ഇന്ന് ഈ രാജ്യത്തെ 100% കുടുംബങ്ങളിലേക്ക് ബാങ്ക് അക്കൗണ്ട് എത്തി. അവരെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായി രാജ്യത്തെ നിയതമായ സാമ്പത്തിക വ്യവസ്ഥയിൽ അവരെ ഉൾപ്പെടുത്തി. അവർക്ക് ഇൻഷുറൻസ് പദ്ധതികൾ കൊടുത്തു. അവർക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് കൊടുത്തു. ഈ രാജ്യത്തെ കോടിക്കണക്കിന് വീടുകളിലേക്ക് ശുദ്ധമായ കുടിവെള്ളം ടാപ്പിൽ എത്താൻ തുടങ്ങി. ജനങ്ങൾ കുടിവെള്ളം കിട്ടാൻ തുടങ്ങി. എന്താ രാജീവ് ഗാന്ധി അമേഠിയിൽ പോയി പ്രസംഗിച്ചത്? പണ്ട് കുടിവെള്ളം എന്ന് പറയുന്ന ഒരു പ്രയോറിറ്റി അല്ല, ജനങ്ങളുടെ പ്രയോറിറ്റി അല്ല എന്ന് പ്രസംഗിച്ച രാജീവ് ഗാന്ധി വിഭിന്നനാണ് സർ നരേന്ദ്രമോദി ഭരിക്കുന്ന സമയത്ത് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ കുടിവെള്ളം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഭരിക്കുന്ന 6 പതിറ്റാണ്ട് കാലം കൊണ്ട് ഈ രാജ്യത്ത് കൊടുത്ത് 9 കോടി ഗ്യാസ് കണക്ഷൻ ആണെങ്കിൽ 10 വർഷക്കാലം കൊണ്ട് 11 കോടി ജനങ്ങൾക്ക് ഞങ്ങൾ ഗ്യാസ് കണക്ഷൻ എത്തിച്ചു. രാജ്യത്തെ മിഡിൽ ക്ലാസിനും ലോവർ ക്ലാസിനും എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ കിട്ടി. ശുദ്ധമായിട്ടുള്ള പാചകവാത ഇന്ധനം കിട്ടാൻ തുടങ്ങി. ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് മരുന്ന് കിട്ടാൻ വേണ്ടി പ്രധാനമന്ത്രി ജനൌഷധിയിൽ പോയി കഴിഞ്ഞാൽ 3000 രൂപയുടെ മരുന്ന് 200 രൂപയ്ക്കും 300 രൂപയ്ക്കും കിട്ടും. അങ്ങനെ NDA സർക്കാർ രാഷ്ട്രീയ നേട്ടങ്ങൾ എണ്ണി പറയുക സന്ദീപ് വാര്യര്. ഏതായാലും നന്ദി. സമയക്കുറവുണ്ട്, ഇടപെടുകയാണ്.